யோ, மரியாதையா பேசு. எனக்கு தெரியாது. തവളെ കളവ് പറയണ്ട. മണികണ്ഠൻ അടിക്കടി ഇവിടെ വന്നു പോകുന്ന വിവരം ഈ വീരപ്പനറിയാം. എവൻടാ சொன்னது അടിക്കടി വന്നു പോകുന്നുണ്ടെന്ന്? അവന്റെ ഒക്കെ മർമ്മം നോക്കി ഊന്നണം. ഈ വയസ്സാഴ്ച അതെ, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കും മണികണ്ഠനകത്തോണ്ടെന്ന്. ഒരു കാര്യം പറയട്ടെ, അണ്ണാ ഉള്ളിൽ പോകണ്ട, അകത്ത് അഭ്യാസികൾ കാണും. ഉള്ളിൽ പോയാൽ നമ്മളെ പീസ് പീസാക്കി കളയും. അണ്ണ 2 മാസമാச்சு അവൻ വീട്ടിക്ക് വന്നിട്ട്. തള്ള ചാവുമ്പോ അവന് 1.5 വയസ്സ്. അപ്പുറം ഞാൻ താൻ എടുത്ത് പോറ്റുന്നത്. ഇപ്പൊ ആളായി, കൈ പണമായി. ഇനി അമ്മുമ്മ വേണ്ടായിരിക്കും. എനക്ക് തെരിയും ആരാ എന്റെ മോന്റെ മനസ്സ് മാറ്റിയതെന്ന്. ഇതിനൊക്കെ അവൾ അനുഭവിക്കും. ഏതവളുടെ കാര്യല്ലേ പറയണേ? യോ, നിങ്ങളുടെ കൂടെ കൂത്താടി നടക്കുന്നല്ല ഒരുമ്പട്ടവള് കാനക. അവള് കൈവശം കൊടുത്തു. യാർ കൈവശം കൊടുത്തത്? നീ താണ്ടി. നീതായ മണിയണ്ണനെ തട്ടിയെടുത്തത്. ഞാനെണ്ണ എന്റെ മണിയണ്ണനെ കല്യാണം നടക്കാതെ ഇറക്കണ്ട പൊമ്പളാ എങ്കിയോ മച്ചാനെ ഒളിപ്പിച്ചു വെച്ചു. ഞാനാ പൊയ്സൺ അവൻ നാക്കുന്ന കിളവിയെ എന്നെ പറ്റി കൊണ്ട് ശരിയാ தெரியாது. ചൂലേ, ആരാടി നിന്റെ കളവി? ഊര് ചുറ്റി കണ്ട ആളുകളെ ഇറക്കിയെടുത്തതാ നിന്നെ. ഇതാ പാരെ, എന്നെ പറ്റി കൊണ്ട് ശരിയാ தெரியாது. നീ എന്നെ എന്താ കയ്യില് കൊടുപ്പ? എന്നാ ചെയ്യും? ഒന്ന് പാരുക. எனக்கு தெரியாது. நான் தெரிய வைக்கிறேன். 1500 ரூபாய் முதல் வாங்கித்தான் அவன் இருந்து முங்கியது. பலரையும் பற்றிச்சு நடക്കുന്ന സ്വഭാവം അവൻ എങ്കിട്ട് കാമിച്ചാ അവനെ சும்மா விட மாட்டேன். அவ ஆட்டவும் பாட்டும் இதோட க்ளோஸ். பீஸ் பீஸா கட் பண்ணி எஸ்டேட்ல போட்டுடுவேன். அவங்கிட்ட சொல்லு. கனகோ வா, நான் அப்புறம் பாத்துக்கிறேன். കൈ കൈ അടുത്ത് മോളെ നോക്കേ, അച്ഛന്റെ അസുഖം മാറിട്ട് അടുത്ത് പോവാം. പകരുന്ന രോഗം അച്ഛനെ. ആനക്കൂട്ടത്തെ കണ്ട് ഷോക്കായ മനസ്സല്ലേ, അതൊന്ന് നോർമൽ ആകുന്നവരെ ഏത് മൃഗത്തെ കണ്ടാലും ഭയം തോന്നും. ആനിമൽ ഫോബിയ. സാർ വരൂ വരൂ. 4 ദിവസം മാറി നിന്നപ്പോ നീ ആളെ മറന്നോടാ. നന്ദി കേട്ട നായെ, ഇനി നിന്നെ ഇവിടെ കണ്ടുപോരുത്. ഇരിക്കൂ. മുറിവെല്ലാം കരിഞ്ഞു, പക്ഷെ എല്ലിന് അല്പം കുഴപ്പമുണ്ട്. ഒപ്പിടാൻ ഒരു വിഷമം. വല്ലാതെ ക്ഷീണുണ്ടോ മോനെ? ക്ഷീണം കാണും. കാറിൽ വെച്ച് എന്നോട് പറഞ്ഞു അല്പം കിടക്കണമെന്ന്. സാറ് കിടന്നാട്ടെ. രോഗം പൂർണ്ണമായും വിട്ടിട്ടില്ല. ശരീരം വിളയേറുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മാഡം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചു ദിവസം സാറിനോടൊപ്പം ഇവിടെ ഇരുന്ന് എനിക്ക് ഓഫീസ് വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ മുറിയിൽ നിന്ന് മാറണമായിരിക്കും. അല്ലെങ്കിൽ മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാ. സാറേ, എനിക്ക് വിശക്കണം. അടുക്കളയിൽ മാറ്റി അറേഞ്ച് ചെയ്യാം. കിടക്കോ. ഉറങ്ങാണ്. എന്നാലും ഞാനൊന്ന് കണ്ടോട്ടെ. എവിടെയൊക്കെയാണ് പരിക്ക്? വലതുകൈയിൽ ചെറിയൊരു പരിക്കേ ഉള്ളൂ. ഭാഗ്യം. ദേവൻ, വിസിറ്റേഴ്സിനെ ആരെയും ആശുപത്രിയിൽ വന്നപ്പോഴും നിങ്ങൾ എന്നെ തടഞ്ഞു. ഇനി അത് പറ്റില്ല. ദേവൻ തെറ്റിദ്ധരിക്കരുത്. രോഗത്തിന്റെ സീരിയസ്നെസ് നിങ്ങൾക്കറിയില്ല. മനഃപൂർവ്വം ഞങ്ങളത് മറച്ചു വെച്ചതാണ്. പൊതുജനങ്ങൾക്കിടയിൽ മന്ത്രിയുടെ അസുഖം ഒരു വാർത്തയായിരുന്നു കരുതി. ആ നിലയ്ക്ക് നിയന്ത്രണം വേണ്ടിവരും, വീട്ടുകാർക്ക് പോലും. ഞാൻ ചോറിച്ചില്ല എന്താ വേണോട്ടാ. ദേവൻ,
മന്ത്രിയുടെ ഏറ്റവും അടുപ്പമുള്ള ചങ്ങാതി, അങ്ങേർക്ക് വേണ്ടി കൊല്ലാനും വേണ്ടി വന്നാൽ ചാകാനും മടിക്കാത്തവൻ. ആൾ അപകടകാരിയാണ്, അടുക്കുമ്പോൾ സൂക്ഷിക്കുക. കിടന്നു. എനിക്ക് ഒരു സമാധാനമില്ല മോനെ. അമ്മ വിഷമിക്കണ്ട. ഈ പറയുന്നത് പോലെ ഒന്നും കാണില്ല. മന്ത്രിമാരാവുമ്പോ ചെറിയ സൂക്കേടാണെങ്കിലും വലിയ ചികിത്സയാണ് വിധിക്കുക. ഏതായാലും അമ്മയ്ക്ക് കുറെ ദിവസം മകനെ അടുത്ത് കിട്ടിയില്ലേ. ടൂറില്ല, ഉദ്ഘാടനമില്ല, പ്രസംഗമില്ല, സുഖം. സാർ ഉറങ്ങാണ്. ഈ ഫോണിൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഹോട്ട്ലൈൻ നമ്പർ തന്നിട്ടില്ലേ? ആ കുഴപ്പമില്ല. ആ അളിയൻ എന്നെ തോട്ടണ്ടി കോർപ്പറേഷനിൽ ആളിവിടെ പേറ്റന്റ് ആയിട്ട് കിടക്കണം. പിന്നെയല്ലേ നിങ്ങളോട് തോട്ടണ്ടി? എനിക്ക് ഒഫീഷ്യലായിട്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്ലീസ് പ്ലീസ്. എത്ര ദിവസമായി മുടിഞ്ഞ് കിടപ്പ് കിടക്കുന്നു ഇവിടെ? ഒരു 2 ദിവസം കൂടി ഇവിടെയുള്ളവരുമായിട്ടൊന്ന് പരിചയപ്പെടുന്നു വരെ. അത് കൊള്ളാം, പരിചയപ്പെടാനോ? ഇനി ലേശം എന്തെങ്കിലും അകത്തോട്ടല്ല ഇവിടെ നിൽക്കാൻ പറ്റൂല. ഒരു 100 മില്ലി വട്ട വട്ട. കർത്താവേ, ഇവിടെ വെച്ചോ. അദ്ദേഹം മദ്യപിക്കില്ല, മത്സ്യമാംസം കഴിക്കില്ല, ഒരു സുഖത്ത് പോലും വലിക്കില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം ആശുപത്രി കയറി എത്തുന്നവരെ ഒരു തുള്ളി അകത്ത് ചെന്നിട്ടില്ല. എനിക്ക് എന്റെ കൈയും കാലും മറക്കുന്നു. എനിക്ക് ഉടനെ കിട്ടണം. വേണ്ട, ഞാൻ തന്നെ ഷാപ്പിൽ പോയി കുടിച്ചോളാം. ഇവിടെ വെള്ളം ചേർക്കാതെ പോക്കത്തരം കാണിച്ചോടല്ലോ. എല്ലാത്തിനും ഞാൻ പണി ഉണ്ടാക്കാം. പോയി കിടക്കാൻ. അതെങ്ങനെ കിടക്കും?